മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ പല രാജ്യങ്ങളിലും ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഒരു മിനിമം 16 ഇയേഴ്സ് ആവണമെന്ന് പല രാജ്യങ്ങളും, ഓസ്ട്രേലിയ അത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൽ, ഇന്തോനേഷ്യ, പിന്നെ മലേഷ്യ, ഇങ്ങനത്തെ കുറേ രാജ്യങ്ങളിൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ വലിയ നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയൻ്റെ ഇത് വന്നിട്ട് അവരുടെ ആ ഒരു ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവർ വരികയാണെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ കുറച്ചൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവും. അവർ എന്ത് കാണണം, എന്ത് നോക്കണം എന്നുള്ള ഒരു പ്രായത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ മുൻപത്തെ സമയത്ത് അത് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ്, ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു രാജ്യം തന്നെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനിലേക്ക് കൊണ്ടുവരികയാണ് വളരെ നല്ലത്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാരൻസ് കുട്ടികൾ 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങൂ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഓക്കെ സാർ, അതുപോലെ തന്നെ ഈ 30 ഇയർ ആയിക്കഴിഞ്ഞാലാണ് ശരിക്കും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്മെൻറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും അല്ലേ നമ്മൾ ഈ ഒരു എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പോലും ഡെഫിനറ്റ്ലി അതൊരു ബാൻ വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതിന് നമ്മളൊരു സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ.